നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ബാച്ചിലേഴ്സിന് പോലും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പോത്തിറച്ചി റോസ്റ്റ് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ പോത്തിറച്ചി കുക്കറിൽ ഇട്ട് മാരിനേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി 1.5 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. 2 വലിയ സവാള അരിഞ്ഞത് ചേർക്കണം. ഏകദേശം 10 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചേർക്കുക. 2 വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇതിലേക്ക് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായി പരന്നു വരട്ടെ. 3 പച്ചമുളക് നെടുകെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ ഇവ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കണം. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തോളൂ. കുരുമുളക് ഏകദേശം 1.5 ടീസ്പൂൺ ചേർക്കണം. ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ കുരുമുളക് ഉണക്കി എടുത്തതാണ്. കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്നും കിട്ടിയ കുരുമുളകാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി എളുപ്പത്തിൽ കുഴച്ചെടുക്കുന്നതിനായി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. സ്പൂൺ ഉപയോഗിച്ചാൽ മതി, കാരണം പച്ചമുളക്, മുളക്, കുരുമുളക് എന്നിവയുടെ എരിവ് കയ്യിൽ പറ്റണ്ടല്ലോ. നന്നായി കുഴച്ച് ചേർത്തോളൂ. ഇനി നമുക്ക് വേപ്പില ചേർക്കണം. 3-4 തണ്ട് വേപ്പില ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇതും നമ്മുടെ വീട്ടിലെ വേപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷാംശം തീരെയില്ല. നമ്മുടെയെല്ലാം വീട്ടിൽ ഒരു വേപ്പ് വളർത്തിയെടുക്കുകയാണെങ്കിൽ വളരെ ആരോഗ്യപ്രദമായ കാര്യമാണ്. വൈറ്റമിനുകളുടെയും കാൽസ്യത്തിൻ്റെയും നിറകുടമാണ് വേപ്പ്. ഇപ്പോൾ എല്ലാം കൂട്ടി കുഴച്ച് കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഇനി അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചോളൂ. കുക്കർ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ലിഡ് കൊണ്ട് അടച്ചു വയ്ക്കാം. ശരിയായി ലോക്ക് ചെയ്തോളൂ. ഇപ്പോൾ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുക്കറിൽ വെയിറ്റ് ഇട്ട് കൊടുക്കാം. പോത്തിറച്ചി വേവുന്നതിന് വേണ്ടി ഞാൻ 8-9 തവണ വിസിൽ വരുന്നത് വരെ കാത്തിരുന്നു. 9 വിസിലുകൾക്ക് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. കുക്കറിലെ പ്രഷർ എല്ലാം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ പതുക്കെ കുക്കർ തുറന്നു. എന്താ ഒരു മണം! ബുഫല മീറ്റിൻ്റെയും മറ്റ് മസാലകളുടെയും എല്ലാം നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഒരു 1/4 ഭാഗം വേവ് ആയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ച് നമുക്ക് ഇത് നന്നായി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായി തിളയ്ക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചോളൂ. ഇത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോഴൊക്കെ എന്ത് നല്ല മണമാണെന്നോ വരുന്നത്. നന്നായി തിളച്ച് ചാറ് കുറുകി വരട്ടെ. ഇപ്പോൾ ചാറ് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് രുചിച്ച് നോക്കി ഉപ്പ് പോരായ്മയുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പ് കൃത്യമാണ്. ഇനി കറിക്ക് അതീവ രുചി നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. ഒരു തക്കാളി. ഈ സമയത്ത് മാത്രമേ ഇത് ചേർക്കാവൂ.
ചെറുതായി അരിഞ്ഞ് നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കാരണം എളുപ്പമാണല്ലോ. ഈ തരത്തിൽ പോത്തിറച്ചി റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുക്കറിൽ എല്ലാം കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് അടുപ്പിൽ വച്ച് മറ്റു പണികൾക്കായി പോകാം. കുക്കറിൽ വിസിൽ വരുന്നതിൻ്റെ എണ്ണം നോക്കിയാൽ മതിയല്ലോ. പ്രഷർ പോയതിനു ശേഷം കുക്കർ തുറന്നാൽ മതി, അപ്പോഴും സമയം കിട്ടും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ കറി വറ്റിച്ചെടുക്കേണ്ടതും തക്കാളി ഇട്ട് മുഴുവനായി വേവിച്ച് വറ്റിച്ചെടുക്കേണ്ടതും. തീ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. നന്നായി ഇളക്കുകയും വേണം. ഈ കറിയിൽ നമ്മൾ മീറ്റ് മസാലയോ ഗരം മസാലയോ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ടുള്ളതിനാൽ 2-3 ഗ്രാമ്പു കൂടി ഇതോടൊപ്പം ചേർത്ത് കൊടുക്കണം. നിങ്ങൾ മീറ്റ് മസാലയോ ഗരം മസാലയോ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇറച്ചി കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം ഒരുവിധം വെന്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറച്ചി നല്ലപോലെ വെന്തു വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എങ്കിലും കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിരിക്കണം. ഇനിയും നന്നായി ഇളക്കി കൊടുത്തോളൂ. ഏകദേശം 10 മിനിറ്റോളം ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കറി ഏകദേശം ശരിയായി കഴിഞ്ഞു. തക്കാളിയെല്ലാം വെന്തു ചേർന്നു. അതുപോലെ തന്നെ ഗ്രേവിയെല്ലാം നന്നായി ഉണങ്ങി മൊരിഞ്ഞ് ഇരിക്കുന്നു. ഇപ്പോൾ എന്ത് നല്ല മണമാണെന്നോ വരുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം. നെയ്ച്ചോറിനും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ഒപ്പം ഇത് അതിരുചികരമാണ്. ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പവുമാണ്. ബാച്ചിലേഴ്സിന് തയ്യാറാക്കാൻ പറ്റിയ വിഭവം തന്നെയാണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.